ഹലോ കൂട്ടുകാർ, നമുക്ക് എഗ് ബിരിയാണി ഉണ്ടെങ്കിൽ ആദ്യം ഒരു പാൻ വെച്ച് അതിലോട്ട് എണ്ണ, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു സവാള കുഞ്ഞുകുഞ്ഞായിരിക്കുന്നത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചോപ്പ് ചെയ്ത് നന്നായിട്ട് ചതച്ചതാണ്. പിന്നെ ഒരു തക്കാളി ഇടുന്നുള്ളൂ, കാരണം കുറച്ച് തക്കാളിയുടെ ആവശ്യമുള്ളൂ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കിനി പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഇതിൽ ചേർക്കുന്നത് മഞ്ഞപ്പൊടിയാണ്, പിന്നെ ചില്ലി പൗഡറാണ്. പിന്നെ ചില്ലി പൗഡറിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് മതി, നിങ്ങളുടെ ആവശ്യത്തിന്. പിന്നെ കുരുമുളക് പൊടിയാണ്. പിന്നെ നമുക്കാണെങ്കിൽ അതിനുശേഷം ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല മതി കേട്ടോ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അര ലെമൺ മതി. അര ലെമണിൻ്റെ ഇതാണ്, കുറച്ച് പുളിപ്പിന് വേണ്ടിയാണ്. പിന്നെ കുറച്ച് വാട്ടറും കൂടിയിട്ട് കുറച്ച് നേരം വെന്തോട്ടെ. എന്ന് വെച്ചാൽ നമുക്ക് കാടക്കോഴിയാണ്, മുട്ടയാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ അരിയൊക്കെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്, ആ അരിയാണ് ഇതിലിടുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം. ഞാൻ ക്യാരറ്റും അരിയും കൂടെ ഓൾറെഡി വേവിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. വളരെ സിമ്പിളാണ്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയും, നല്ല ഈസിയും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാം ട്രൈ